ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് ഒരു സ്കിൻ വൈറ്റനിങ്, ഇൻസ്റ്റന്റ് സ്കിൻ വൈറ്റനിങ് ചോദിക്കുന്നവർക്കുള്ള ഒരു ടിപ്പാണ് നമ്മളുടെ ഈ ഒരു 3 വീഡിയോ ഇട്ടാൻ ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കൂടെ അതിനെ സംബന്ധിച്ചുള്ളതായിരിക്കും. അതായത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫേസ് പാക്കും അതുപോലെ തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള 1-2 ടിപ്സും കൂടെ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു നാച്ചുറൽ ബ്ലീച്ച് ആണ്. നോർമലായിട്ട് നമ്മൾ വീട്ടിലൊക്കെ നാച്ചുറൽ ബ്ലീച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ യൂസ് ചെയ്യാം? ഒന്നെങ്കിൽ നമ്മൾ നാരങ്ങ യൂസ് ചെയ്യും, അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, തൈര് യൂസ് ചെയ്യും. ഇത് രണ്ടും ഒരു സ്കിൻ വൈറ്റനിങ് പെട്ടെന്ന് തന്നെ നമുക്കൊരു ബ്ലീച്ച് ചെയ്ത എഫക്റ്റ് കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു നാരങ്ങയും അതുപോലെ തൈരും. അപ്പം ഇത് രണ്ടും അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഒരടിപൊളി സാധനം ഉണ്ട്. അത് നമ്മളുടെ വീട്ടിൽ തന്നെ. ഇത് നമ്മളുടെ സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കും, അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ബ്ലീച്ച് ആയിട്ട് പ്രവർത്തിക്കാൻ സഹായിക്കും. നമ്മളിപ്പോൾ കുറേ നാളായിട്ട് ഒന്നും ചെയ്യാണ്ടൊക്കെ ഇരിക്കുകയാണ്, നമ്മുടെ സ്കിന്നിൽ ഒന്നും ചെയ്തില്ല എന്ന് വെക്കുക. അപ്പോൾ നമ്മളൊരു പെട്ടെന്നൊരു ദിവസം നമ്മുടെ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് ഒരു റിഫ്രഷ് ഫീൽ ഇല്ല. പക്ഷേ ഇതങ്ങോട്ട് യൂസ് ചെയ്താൽ തന്നെ നമ്മളുടെ ഫേസ് ആകെ അങ്ങോട്ട് മാറും കേട്ടോ, നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ എന്താണ് ഈ നാച്ചുറൽ ബ്ലീച്ച് എന്ന് നമുക്ക് അറിയാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലീച്ച് എന്താണെന്നുള്ളത് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്കിവിടെ ആദ്യമായിട്ട് വേണ്ടത് വാളംപുളിയാണ്. അപ്പോൾ ഉപ്പൊന്നും ഇടാത്ത നമ്മുടെ സാധാരണ വാളംപുളി, അതാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ വാളംപുളിനെ നന്നായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് വെള്ളമായി പോകേണ്ട, കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നല്ല കട്ട തൈര്, നല്ല പുളിച്ച തൈര് തന്നെ നമ്മളിതിലേക്ക് ചേർക്കുക. അത് ഒരു 1-2 സ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കടലമാവാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു വലിയ സ്പൂൺ കടലമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നെക്സ്റ്റ് ചേർക്കേണ്ടത് കോഫി പൗഡറാണ്. ഏത് കോഫി പൗഡർ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇൻസ്റ്റൻറ്റ് കോഫി യൂസ് ചെയ്യാം, നോർമൽ നമ്മുടെ വീട്ടിലുള്ള കോഫി പൗഡറും യൂസ് ചെയ്യാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ചേർത്ത് മിക്സ് ചെയ്യേണ്ട. ഇതിലേക്ക് നമ്മൾ തൈര് ഒഴിച്ചില്ലേ, ആ തൈര് ഇത്തിരി അല്പം കുറവാണെങ്കിൽ തൈര് ഇത്തിരി കൂടെ ചേർത്തിട്ട് കുഴമ്പ് രൂപത്തിൽ എടുക്കുക. നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ? അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലീച്ചാണ്. ബ്ലീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ബ്ലീച്ച് യൂസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, ഒന്നെങ്കിൽ നമ്മുടെ ഹെയർസൊക്കെ, ഈ ഫേസിലെ ഹെയർസൊക്കെ ഒന്ന് ചുവന്ന് വരൂല്ലേ, അല്ലെങ്കിൽ ഗോൾഡൻ കളറാകും, അല്ലെങ്കിൽ വൈറ്റ് കളറാകും. അതന്നെ ഒരു വൃത്തികേടാണ്. പിന്നെ എന്താ പറയുക, കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ വെയിൽ കൊണ്ടുകൊണ്ട് നമ്മൾ കറുത്തുമൊക്കെ പോകും. പക്ഷെ നമ്മളുടെ ഈ ഒരു ബ്ലീച്ച്, നാച്ചുറൽ ബ്ലീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഉള്ള കളറ് പോകത്തൊന്നുമില്ല, ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ബ്ലീച്ചാണ്. അതുപോലെ തന്നെ ബ്ലീച്ച് എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു ഒന്നാന്തരം ഫേസ് പാക്കാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ട് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിതാ ഒരു പുതിയ പ്രൊഡക്റ്റ് വാങ്ങിച്ചു. ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, നമ്മൾ ബയോട്ടിക്കിൻ്റെ. ഇതിപ്പോൾ ബയോട്ടിക്കിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പോയി കണ്ടോളൂ. അപ്പോൾ നല്ല അടിപൊളി ലിപ് ബാം ആണ്. നമ്മളുടെ എപ്പോഴും ഡ്രൈനെസ് ഉള്ള ലിപ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് കറുത്ത് പോകുന്നൊരു ഇഷ്യൂസ് ഉണ്ടല്ലോ, ആ ഒരു ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പായിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കുക. അപ്പോൾ ഡ്രൈനെസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ സഹായിക്കും. ഒരു പരിധി വരെ നമ്മുടെ വൈറ്റനിങ് ലിപ് ബാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കറുത്ത ചുണ്ടുള്ളവരൊക്കെ അത് യൂസ് ചെയ്തിട്ട് ഒരുപാട് വ്യത്യാസമൊന്നും വരില്ല. പക്ഷേ അതിനുള്ള ടിപ്പ് ഞാൻ നമ്മളുടെ ബയോട്ടിക്കിൻ്റെ ആ ഒരു റിവ്യൂ, ഇതിൻ്റെ ലിപ് ബാമിൻ്റെ റിവ്യൂ ഇട്ടതിനകത്തുണ്ട്. അപ്പോൾ കാണാത്തവർ പോയി ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ലിപ് ബാമാണ്. വേറൊന്നുകൂടെ ഉണ്ട്, ഞാൻ നമ്മുടെ റിവ്യൂ ഇട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം തീർന്നിട്ട് പുതിയത് വാങ്ങിച്ചതാണ്. അപ്പം ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് പരീക്ഷിക്കാൻ പോകും. ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീം എടുക്കുക എന്നുള്ളതാണ്. ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്തതിന് ശേഷം ഒന്ന് സ്റ്റീം കൊടുക്കുക. സ്റ്റീം ഒരുപാട് നേരം ഒന്നും കൊടുക്കണ്ട, 1-2 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്താൽ മതി. സ്റ്റീം ചെയ്തതിന് ശേഷം ഉടനെ നമ്മൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ബ്ലീച്ച് അല്ലെങ്കിൽ ഒരു ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ടിപ്പ്. അപ്പം എങ്ങനെ ഏതെങ്കിലും രീതിയിൽ ട്രൈ ചെയ്യാട്ടോ, ഞാൻ ഈ പറയുന്ന അതേ സ്റ്റെപ്പ് രീതിയിൽ തന്നെ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കിയാലോ. അപ്പം നമ്മുടെ പാക്കൊക്കെ അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം അപ്ലൈ ചെയ്ത് നോക്കാം. ഒന്ന് ഫസ്റ്റ് ക്ലെൻസ് ചെയ്തു, സ്റ്റീം എടുത്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഫേസിലോട്ടാണ് നമ്മൾ ഇതിടുന്നത്. വേറൊന്നും നമ്മൾ അപ്ലൈ ചെയ്യരുതേ. നമ്മൾ അപ്ലൈ ചെയ്യുക നമ്മുടെ ഫേസിലും. ഇത് നമുക്ക് നമ്മുടെ ലിപ്സിലിടാം കേട്ടോ. ചില ആൾക്കാർക്ക് ഭയങ്കര ഈ നമ്മൾ സ്മോക്കിയൊക്കെ ചെയ്തിട്ട് കറുത്ത് ഉള്ള ഇഷ്യൂസൊക്കെ ഉള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാം. നമ്മളുടെ വീട്ടിൽ ജെൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് ഇട്ട് കൊടുത്തു. നമ്മൾ അപ്ലൈ ചെയ്തു. നല്ല തിക്കിൽ തന്നെ ഇട്ട് കൊടുക്കണേ. ഇതിനൊത്തിരി ഒട്ടും നമ്മൾ പിശുക്കൊന്നും കാണിക്കേണ്ട. എത്ര നമ്മൾ ഉണ്ടാക്കിയെടുത്തത് മുഴുവൻ നമ്മൾ നമ്മുടെ ഫേസിലും ലിപ്സിലും കഴുത്തിലൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്തു.
അപ്പോൾ ഇതിൽ കടലമാവ് അടങ്ങിയത് കൊണ്ട് തന്നെ ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഡ്രൈ ഔട്ട് ആവും. നമ്മൾ ഇടയ്ക്കൊന്ന് ജസ്റ്റ് റോസ് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം ടോൺ ചെയ്ത് മോയ്സ്ചറൈസിങ് ക്രീമും അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ള റിസൾട്ടൂടെ നോക്കാം. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നോക്കുമ്പോൾ അറിയാൻ പറ്റും, നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി വാഷ് ചെയ്തിട്ട് റിസൾട്ട് കാണാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്ന് സൂപ്പറായിട്ട് നല്ല സോഫ്റ്റ് ആകും. അതുപോലെ തന്നെ ഒരു നല്ല ഒന്നാന്തരം നമ്മൾ ബ്ലീച്ച് ചെയ്തൊരു എഫക്റ്റ് നമുക്ക് സ്കിന്നിൽ കിട്ടുകയും ചെയ്യും. ഞാനത് വെറുതെ പറയുകയല്ല, ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളും റിസൾട്ട് കണ്ടിട്ട് എനിക്ക് റിപ്ലൈ ചെയ്താൽ മതി. 100% റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവും. പിന്നെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ അവിടെ ഇരിക്കും. കാര്യം വെച്ചാൽ ഇത് കടലമാവാണ്, ഇച്ചിരി പാടാണ് പോകേണ്ടത്. ഇപ്പം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തേ ഉള്ളൂ. നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. നല്ല പോലെ സൂപ്പർ റിസൾട്ട് തരും. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ബട്ടൺ ബെൽ ബട്ടൺ ഓൾ ഓപ്ഷനൊക്കെ വേഗം ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് നമ്മൾ ഇടുമ്പോൾ വേഗം തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി ടിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ Thanu signing off. Take care. Bye bye.